മാട്രസ് വാങ്ങി. അങ്ങനെ നമ്മൾ വാങ്ങി മാട്രസിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സിബിയുടെ ഷെരീഫ് ഇന്ന് ഉദ്ഘാടിക്കുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ മാട്രസ്. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും എവിടെ നോക്കിയാലും മാട്രസിൻ്റെ പരസ്യമാണ് എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് ഷെസ്വാദ് മൊത്തം കാണാണ്ട് പഠിച്ചെന്ന് പറയാം. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഫസ്റ്റ് അവൾ പറഞ്ഞത് തന്നെ മാട്രസ്. അത്രയും ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഐറ്റം ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ ഇത് വീട്ടിൽ വാങ്ങിച്ചതാണ്. വാപ്പിച്ചിട്ട് ഉമ്മച്ചിരി ബെഡ് കുറേ വർഷമായിട്ട് കിടക്കാൻ സംഭവം 10 വർഷത്തോളമായി. പുതിയൊരു ബെഡ് വാങ്ങിക്കണം, പുതിയ ബെഡ് വാങ്ങിക്കാനല്ല, പഴയ ബെഡ് കിടക്കുന്നത്. സോ ഇപ്പം വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കുന്ന സമയത്ത് എന്തായാലും ബെഡൂടെ മാറാം എന്ന് വിചാരിച്ച് വാപ്പിച്ച് പുതിയ ബെഡ് വാങ്ങിച്ചതാണ് ഈ അമ്മ. നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറേ ചൂസ് ചെയ്യാനുണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ എടുത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇതിൻ്റെ നമ്മൾ എറണാകുളം ഷോപ്പിൽ അവൈലബിൾ ആണ്. സോ ഇത്ര ഹൈപ്പ് കൊടുക്കുന്ന അത്രയും സംഭവം ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് സംഭവം, നിങ്ങൾ കണ്ടു നോക്ക്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടൊരു സാധനം എന്ന് വെച്ചാൽ ഈ ഒരു കിങ് സൈസ് ബെഡാണ് ഇവരിങ്ങനെ റോളാക്കി ഇത്രയും എയർ ടൈറ്റ് ആക്കിയിട്ട് കയറ്റി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇത് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിനകത്ത് കയറ്റി വെക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ബ്ലേഡ് നിങ്ങൾ കാണുന്നതാണല്ലോ, ഇത് സ്പെഷ്യൽ ഒരു ബ്ലേഡ് ഉണ്ടാവും. ആ ഒരു ബ്ലേഡാണ് അത്. ഇതിൻ്റെ എഡ്ജിങ്ങിനൊക്കെ കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുഞ്ഞി കോർണറുണ്ടോ, അതിനകത്താണ് ആ ഒരു ബ്ലേഡ് ഇരിക്കുന്നത്. പിന്നെ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു റോൾ പ്ലാസ്റ്റിക് ഇല്ലേ, ആ പ്ലാസ്റ്റിക് പൊട്ടിക്കരുത് കേട്ടോ. ഇത് നമ്മൾ ബെഡ് പൊട്ടിക്കുന്ന സംഭവമില്ലേ, ബെഡിന് മുകളിലൊരു പ്ലാസ്റ്റിക് വരത്തില്ലേ, ആ ഒരു പ്ലാസ്റ്റിക് പൊട്ടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞില്ല ഗൈസ്, അത് നമ്മൾ അറിഞ്ഞില്ല. പകരം വാപ്പിച്ച് ഇത് വെച്ച് തന്നെ പൊട്ടിച്ചു. എന്നിട്ട് നിങ്ങൾ കണ്ടു നോക്ക്. ഓരോ ലെയർ കട്ട് ചെയ്ത് ഇത് നമ്മൾ കൈ വെച്ച് പൊട്ടിക്കണം. ഇതാ നമ്മൾ ഇത് വെച്ച് പൊട്ടിക്കേണ്ടത്. ഇത് വീതി കുറവാണ്, ഇത് ചെറുതായിരുന്നു. ഇത് വീതി കുറവായിരുന്നു. വലുതാകുന്നത് വീതിയല്ല, ഹൈറ്റേ വരത്തുള്ളൂ. നീളം വീതം കൂടുതൽ എനിക്ക് തോന്നുന്നില്ല. അത് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലോ. നോക്കാം. തിരിച്ചല്ലേ, വെള്ളയല്ലേ ഫ്രണ്ട്. അല്ലേ, കറക്റ്റ് അല്ലേ? അല്ല, വീതി കുറവാ. നിങ്ങൾ അളന്നില്ലേടാ? വലുതാവും. ഉണ്ട്. ഇതാ പൊട്ടിക്കണ്ട, ഇതല്ലേ പൊട്ടിക്കുന്നത്. നാളെ വരാ. ഇനി എങ്ങനെ അവരതിനെ ഒതുക്കി വെക്കുന്നല്ലേ. ആദ്യമേ വേണ്ടത് നമ്മൾ ഇതിന്റെ ഒരു കോട്ടിങ്ങുള്ള വാട്ടർ പ്രൂഫിന്റെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് വരുന്നുണ്ട് ലെവല്, കണ്ട. പൊങ്ങത്തില്ലല്ലോ. കൊള്ളാം, സംഭവം കൊള്ളാം. അത് ഇപ്പഴല്ല, എടുത്ത് മുട്ട എടുത്തിട്ട് വരാൻ പറയുന്നവരെ കിട്ടിയിട്ടുണ്ട്. കൂടുതലായി അങ്ങനത്തെ ആദ്യത്തിന് ആ ഒരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ റിട്ടേൺ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ എമ്മ വന്നു. അതൊരു 10 ദിവസത്തിനുള്ളിൽ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പീസാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ബെഡിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു മണ്ടക്കത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ
ഭയങ്കര തിന്നായിട്ടുള്ളൊരു വൈറ്റ് കോട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പെട്ടെന്ന് സ്ക്രാച്ചാകും, കീറും, അങ്ങനത്തെ ഒരു സംഭവമാണ്. നമ്മളത് സംഭവം എടുത്തപ്പോൾ എന്ന് വെച്ചാൽ ഒരു ബ്ലേഡ് കൊണ്ട് കീറിയതാണ്. പക്ഷേ അവർ അത് നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് പുതിയത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൽ ചെയ്തപ്പോൾ അവർ റിപ്ലേസ് ചെയ്ത് നമുക്ക് പുതിയത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞങ്ങൾ നല്ല കെയർഫുള്ളായിട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. സോ എന്നുവെച്ചാൽ ആ ഒരു സ്റ്റിക്കറൊക്കെ മെല്ലെ പതിയൊക്കെ അഴിച്ച് റോളൊക്കെ അഴിച്ച് മാറ്റി ശേഷം ആ ബെഡിൻ്റെ പുറത്തുണ്ടായിരുന്ന കോട്ടിങ്ങിന് മാത്രം നമ്മൾ ബ്ലേഡ് വെച്ചൊന്ന് സൈഡ് കട്ട് ചെയ്ത് എയർ വിട്ടു. കാരണം ഇപ്പോൾ ഓൾറെഡി വീണ്ടും പണി നടക്കുന്നതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര സെറ്റാക്കിയിട്ടുണ്ട്. ഒന്നത് വെള്ളയും കൂടെ ആണ് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ എയർ കയറാൻ വേണ്ടിയിട്ട് 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴേക്കും അതൊന്ന് എയർ ഫില്ലായിട്ട് അതൊന്ന് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. 5 hours എന്തായാലും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയും അതുവരെ കാത്ത് നമുക്ക് വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഒരു ടൈം ആയപ്പോഴേക്കും ബെഡും നമ്മുടെ ആ ഒരു കട്ടിലിൻ്റെ ആ ഒരു പോർഷനില്ലേ അത് കഴിഞ്ഞിട്ട് അത് പൊങ്ങുന്നുണ്ടായിരുന്നു ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ തന്നെ. പക്ഷേ അടിപൊളിയാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര എന്താ പറയുക, നമുക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റിയ നല്ല സെറ്റ് സാധനമാണ്. ഒരു ഹൈപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ഭയങ്കര സെറ്റ് സാധനം തന്നെയാണ്. പക്ഷേ ഒരു വൈറ്റ് കോട്ടിങ് വരുന്നത് കൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വൈറ്റ് കോട്ടിങ് വരെ ഒരു ബ്ലാക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനൊരു ബെഡ് കവർ വാങ്ങിച്ചിട്ടാലും മതി. നമ്മളിപ്പം അതിന് ഓൾറെഡി ഒരു ബെഡ് കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫുള്ളി എയർ നിറഞ്ഞിട്ട് ഫില്ലായിട്ട് പൊങ്ങുന്നതിന് ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാനത് ഇട്ടിട്ട് എങ്ങനെ കാണിക്കും. അതുകൊണ്ട് അതിൻ്റെയുള്ള ഒരു ബെഡ് കവറും കൂടി ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ഓൾറെഡി മീഷോയിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും കണ്ട പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റിന് പക്ക വർത്തായിട്ടൊരു പ്രൊഡക്റ്റായിരുന്നു. വെള്ളമൊന്നും ലീക്കാവാത്ത, വൈറ്റ് ഒരിക്കലും അഴുക്കൊന്നും ആവാത്ത തരത്തിൽ ഇടാൻ പറ്റിയൊരു ടൈപ്പ് സംഭവമാണ്. സോ എമ്മ അടിപൊളിയാണ്, ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ നല്ല കംഫർട്ടാണ് കിടക്കാൻ വേണ്ടിയിട്ട്. സോ മസ്റ്റ്, അടിപൊളി നമ്മൾ കൊടുക്കുന്ന റേറ്റിന് വർത്താണ്, കിടിലൻ പ്രൊഡക്റ്റാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ. എന്താണ് എമ്മയെ കുറിച്ച് പറയാനുള്ളത്? താങ്കൾക്ക് എന്താണ് എമ്മയെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? എനിക്കുള്ള പറയാനുള്ളത് ഇത്രേ പറ. ഞങ്ങൾ എമ്മോ മാട്രസ് വാങ്ങിച്ചിരുന്നു. അത് ചെറിയൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അവർക്ക് കൊടുത്തു. അവർ വന്നു, എടുത്തുകൊണ്ട് പോയി. പുതിയ മാട്രസ് തന്നെ ഫ്രഷ് പീസ് അവർ വീണ്ടും എത്തിച്ചു തന്നു. ഇപ്പോൾ ഞങ്ങളത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ പറയാം.